ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അങ്കാര ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിൽ നമ്മൾ 3 വറ്റൽമുളക്, ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ 3 ഇലാച്ചി, 5 ബദാം, 5 കാഷ്യൂ എന്നിവ എടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള നന്നായി ഒന്ന് ഡീപ് ഫ്രൈ ചെയ്ത് അതും ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 4 ടൊമാറ്റോ നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതും കൂടി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിനുശേഷം മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഐറ്റമാണ് കേട്ടോ നമ്മളെ തൈര്, അതായത് കേട്. നമ്മളിത് ഇവിടുത്തെ ക്രീമി തൈരാണ്, അതിൽ പുളിപ്പൊന്നും ഉണ്ടാവില്ല. അതും ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ല ടേസ്റ്റും കളറും ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 മണിക്കൂറിൽ കുറച്ച് എണ്ണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി വറുക്കാനെടുത്ത എണ്ണേൻ്റെ ബാലൻസ് ഉണ്ടായതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റൊക്കെ വേവിച്ചെടുത്ത് നമ്മൾ ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്കാര സ്റ്റൈൽ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.